വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 15 പാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുക്കാം. ഇതിൻ്റെ പൾപ്പ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ സീഡിൽ നിന്നും ഈ പൾപ്പ് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ, സീഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കാൻ പോവാട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ശരിക്കും പ്രസ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നല്ലതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൾപ്പും പോരും. സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കംപ്ലീറ്റ് ജ്യൂസ് ഒക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ എനിക്ക് ഒരു വലിയ ഗ്ലാസ് നിറച്ചുള്ള ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ്സാണോ പൾപ്പ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കണം പഞ്ചസാര. അപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് പഞ്ചസാര വേണം. ഇനി വേണ്ടത് 2 നാരങ്ങയുടെ നീരാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും വേണം. ആദ്യം ഒരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മൾ 2 ഗ്ലാസ്സാണ് ഷുഗർ എടുക്കുന്നത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും വേണം. ഇനി അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ കൂടുതലാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് സ്ക്വാഷാണ്. സ്ക്വാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിൽ 1/4 ഭാഗം മാത്രമേ സ്ക്വാഷ് എടുക്കുകയുള്ളൂ. ബാക്കി നമ്മൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര, ഷുഗർ സിറപ്പ് കുറച്ചധികം വേണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 2 മിനിറ്റും കൂടെ വയ്ക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ 2 നാരങ്ങയുടെ നീരുണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വെക്കാം. നിങ്ങൾക്ക് കുറേ നാൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷുഗർ സിറപ്പ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ഷുഗർ സിറപ്പിലേക്ക് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അത് തിളപ്പിച്ചതിന് ശേഷം ആറിക്കഴിയുമ്പോൾ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പോൾ അധികം ദിവസം ഇരിക്കില്ല. ഇതിപ്പോൾ വേഗം തീരൂടെ, കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക്, 1 മാസത്തേക്കൊക്കെ ഇതിരിക്കും. അപ്പോൾ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ തിളച്ച ഷുഗർ സിറപ്പിലേക്ക്
ഈ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം വേണം, ആറിയതിന് ശേഷം ഉണങ്ങിയ കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം ഈ സ്ക്വാഷ് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ആഡ് ചെയ്യാം. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടി വീണോട്ടെ കേട്ടോ. ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ക്വാഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ക്വാഷ് ഞാൻ എൻ്റെ കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുടിക്കാനായിട്ട് തണുത്ത വെള്ളം മിക്സ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ജൂലിനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.